അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. 2025 ഒക്കെ ആയപ്പോഴേക്കും എല്ലാവരും വളരെ എനർജറ്റിക് ആയിട്ട് പുതിയ ഗോൾസും ഡ്രീംസും ഒക്കെ സെറ്റ് ചെയ്തിട്ട് അച്ചീവ് ചെയ്യാണ്ട് ഇങ്ങനെ ത്രില്ലിൽ നിൽക്കുന്ന സമയമാണല്ലേ ഇത്. നമുക്ക് ഓരോ കാര്യങ്ങൾ അച്ചീവ് ചെയ്യാനും നമ്മുടെ ഓരോ ഡ്രീംസും ഫുൾഫിൽ ചെയ്യാൻ വേണ്ടിയിട്ടും നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടൂൾ എന്ന് പറയുന്നത് ദുആ തന്നെയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് അങ്ങ് മനസ്സ് തുറന്ന് ചോദിക്കുക, റബ്ബേ നീ എനിക്ക് അത് തരണേ, എനിക്കിത് വേണമെന്ന് ആഗ്രഹമുണ്ട് റബ്ബേ, നീ എനിക്കത് തരണേ, നിന്നെക്കൊണ്ടല്ലാണ്ട് ആർക്കും അതെനിക്ക് തരാനോ എൻ്റെ ആ ഒരു ആഗ്രഹങ്ങൾ സാധിപ്പിച്ച് തരാനോ പറ്റൂല റബ്ബേ, നീ എനിക്ക് തരണേ എന്നിങ്ങനെ റബ്ബിനോടിങ്ങനെ വളരെ ക്ലോസ് ആയിട്ട് ഇങ്ങനെ ചോദിച്ചുകൊണ്ടേയിരിക്കുക. എത്ര ഇഷ്ടമാണെന്നറിയോ റബ്ബിന് അതങ്ങനെ ചോദിക്കുന്നത്. നമുക്ക് ശരിക്കും പറഞ്ഞാൽ ദുആ എന്ന് പറയുന്നത് ഏറ്റവും നല്ലൊരു ബോണസായിട്ടുള്ളൊരു കാര്യമാണ്. എന്താണെന്നറിയോ, നമ്മൾ നമ്മുടെ ആവശ്യങ്ങളിങ്ങനെ ചോദിക്കുകയാണ്. ഒരാളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ഉള്ളിലുള്ള അങ്ങനെ ഉള്ള നമുക്കിങ്ങനെ അടക്കി വെച്ചിട്ടുള്ള ആഗ്രഹങ്ങളൊക്കെ ഇങ്ങനെ ഒരാളോട് പറയുമ്പോൾ നമുക്ക് ഭയങ്കര റിലീഫ് കിട്ടും അല്ലേ. നമ്മൾ അള്ളാഹിനോട് പറയുമ്പോൾ നമുക്ക് എത്രത്തോളം സമാധാനമാണ്. കാരണം നമുക്ക് എന്താണോ വേണ്ടത് അത് തരാൻ റബ്ബിന് മാത്രമേ കഴിയൂ എന്നുള്ള ഒരു വിശ്വാസം നമ്മുടെ ഉള്ളിലുണ്ട്. അപ്പോൾ ആ അള്ളാഹിനോട് പറയുമ്പോൾ നമുക്ക് അത്രയും സമാധാനം കിട്ടും. അതിൻ്റെ കൂടെ നമ്മുടെ ദുആ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിച്ചാൽ നമുക്ക് ആ ഒരു ആൻസർ കിട്ടിയാൽ നമ്മൾ എന്താണോ ദുആ ചെയ്തത് അത് നമുക്ക് കിട്ടി. അതിൻ്റെ കൂടെ ദുആ എന്ന് പറയുന്നത് ഏറ്റവും വലിയൊരു ഇബാദത്താണ്. സുബ്ഹാനല്ലാഹ്, നാളെ അള്ളാഹിൻ്റെ അടുത്തേക്ക് പോകുമ്പോൾ നമ്മുടെ അക്കൗണ്ടിൽ ദുആ ഇങ്ങനെ കിടക്കുകയാണ്. സുബ്ഹാനല്ലാഹ്, ഒന്ന് ചിന്തിച്ച് നോക്കിയേ. ആ ഒരു ഇബാദത്ത് നമുക്ക് ഈ ലോകത്തും ആഖിറത്തിലേക്കും അതിങ്ങനെ കിടക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. എന്നിട്ടാണ് നമ്മൾ നമ്മുടെ മടി കൊണ്ടും പിന്നെ ചെയ്യാം, അല്ലെങ്കിൽ ഇപ്പം ഇങ്ങനെയുള്ള തിരക്കുണ്ട് പിന്നെ ദുആ ചെയ്യാം, ആ സമയത്ത് ദുആ ചെയ്യാം, തഹജ്ജുദിന് എണീച്ചിട്ടാകുമ്പോൾ ദുആ ചെയ്യാം എന്നൊക്കെ പറഞ്ഞ് നമ്മളിങ്ങനെ മാറ്റി വെക്കുന്നത്. ആക്ച്വലി ദുആക്ക് ഇന്ന സമയം എന്നൊന്നുമില്ല. നമുക്ക് എപ്പോൾ അള്ളാഹിനോട് സംസാരിക്കണമെന്ന് തോന്നുന്നു അപ്പോഴൊക്കെ റബ്ബിനോട് സംസാരിക്കാം. ദുആക്ക് ഇജാബത്തുള്ള സമയങ്ങൾ എണ്ണി പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൂടി അതൊക്കെ നമ്മൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യണമെന്നേ ഉള്ളൂ. തഹജ്ജുദിൻ്റെ സമയം, ഫർള് നിസ്കാരത്തിന് ശേഷം സുജൂദിലുള്ള പ്രാർത്ഥനകൾ, അങ്ങനെ ഒരുപാട് സമയങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പഠിപ്പിച്ച് തന്നിട്ടുണ്ടെങ്കിലും നമ്മൾ എന്താക്കുക, നമ്മൾ എല്ലാ സമയത്തും എപ്പോഴൊക്കെ റബ്ബിനോട് സംസാരിക്കണം എന്ന് തോന്നുന്നോ അപ്പോഴൊക്കെ റബ്ബിനോട് സംസാരിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഓപ്പണായിട്ട് പറയുക ഏറ്റവും ക്ലോസ് ആയിട്ടുള്ള ആളോട്. നമുക്ക് ഏറ്റവും ക്ലോസ് ആയിട്ടുള്ള, നമ്മൾ ഏറ്റവും കൂടുതൽ അറിയുന്നത് റബ്ബിനല്ലേ. ആ റബ്ബിനോട് ചോദിക്കാൻ നമ്മൾ എന്തിനാണ് ശരിക്കും പറഞ്ഞാൽ മടിക്കുന്നതല്ലേ. ഒരുപാട് ആൾക്കാരുടെ കൺസേൺ ആണ്, ഞാൻ എത്ര ദുആ ചെയ്തിട്ടും കാര്യമില്ല, അള്ളാഹ് എന്നോട് എൻ്റെ ദുആ അങ്ങ് സ്വീകരിക്കൂല എന്നൊക്കെയുള്ളൊരു വെറുതെ ഉള്ളൊരു നെഗറ്റീവ് തോട്ട്. നിങ്ങൾക്ക് അത് തന്നെ റബ്ബിനോട് പറയാം, റബ്ബി എനിക്ക് ഇങ്ങനെ ഒരു നെഗറ്റീവ് തോട്ട് വരുന്നുണ്ട്, എനിക്കിങ്ങനെ നീ എൻ്റെ ദുആ സ്വീകരിക്കാതെ നിന്നേക്കോ എന്നുള്ളൊരു പേടിയുണ്ട്, അത് നീ എനിക്ക് മാറ്റിത്തരണേന്ന് റബ്ബിനോട് ദുആ ചെയ്തൂടെ. അള്ളയല്ലേ ആ ഒരു തോട്ടം നമുക്ക് മാറ്റിത്തരേണ്ടത്. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ടല്ലേ നമ്മളോട്, എന്താ, ചെരുപ്പിൻ്റെ വാറ് പൊട്ടിയാൽ പോലും അള്ളാഹിനോട് ചോദിച്ചോട്ടേന്ന് അല്ലേ. എത്ര ചെറിയ കാര്യം മുതൽ എത്ര വലിയ കാര്യം വരെയും റബ്ബിനോട് ചോദിക്കണം എന്നാണ് അതിൻ്റെ ഇന്നർ മീനിങ് എന്ന് പറഞ്ഞാൽ. ഇപ്പം നമ്മളിൽ എത്ര പേര് നമ്മുടെ ഗോൾസൊക്കെയും ദുആ ആയിട്ട് കൺവേർട്ട് ചെയ്ത് റബ്ബിനോട് ചോദിച്ചിട്ടുണ്ട്, എത്ര ആൾക്കാർക്ക് അങ്ങനെ പറ്റിയിട്ടുണ്ട്. ഇതുവരെയും അങ്ങനെ ദുആ ചെയ്യാൻ കൺവിക്ഷൻ കിട്ടാത്ത ആൾ ഇൻഷാ അള്ളാഹ് ഇനി മുതൽ 2025 മുതൽ ഓരോ ഗോൾസും അള്ളാഹിനോട് ചോദിച്ച് വാങ്ങും എന്നുള്ളൊരു നിയത്തോടു കൂടി ഉറപ്പിച്ചങ്ങ് നിൽക്കുക ഇൻഷാ അള്ളാഹ്. എന്നിട്ട് ഓരോന്നും എണ്ണി റബ്ബിനോട് ചോദിക്കുക. നിങ്ങൾക്ക് ദുആ ബക്കറ്റ് ലിസ്റ്റ് തയ്യാറാക്കാം അല്ലേ. നിങ്ങളുടെ ദുആസ് ഓരോന്നും എഴുതിക്കൊണ്ട് നിങ്ങൾക്ക് എന്താക്കാം, റബ്ബിനോട് ഓരോ സമയം നമുക്കതിന് നിശ്ചയിച്ചിട്ട് കറക്റ്റായിട്ട് ചോദിക്കാം. ഇൻഷാ അള്ളാഹ് അതിനെ പറ്റിയിട്ട് വേറൊരു വീഡിയോ ചെയ്യാം. അപ്പം ഓരോന്നും റബ്ബിനോട് ഇങ്ങനെ എണ്ണി ചോദിച്ച് വാങ്ങിച്ചെടുക്കാൻ വേണ്ടി പറ്റണം. ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ, നമ്മുടെ നാട്ടിൽ വളരെ പവർഫുള്ളായിട്ടുള്ള ഒരാളുണ്ടെന്ന് വിചാരിക്കുക. വളരെ വെൽത്തിയാണ്, പവർഫുള്ളാണ്, അതുപോലെ എന്താ പറയുക, ഒരുപാട് ഇൻഫ്ലുവൻസസ് ഒക്കെ ഉള്ള ആളാണെങ്കിൽ അദ്ദേഹം നമ്മളോട് പറയാണ്, നിങ്ങൾ എന്നോട് വന്ന് ചോദിച്ചാൽ മാത്രം മതി, ഞാൻ നിങ്ങൾക്ക് എല്ലാം തരാമെന്ന് പറയുമ്പോൾ നമ്മൾ ഒരു മടിയും കൂടാതെ അയാളുടെ മുന്നിൽ പോയിട്ട് ചോദിക്കൂലേ. പക്ഷെ നമ്മൾ റബ്ബിനോട് ചോദിക്കാൻ ഇങ്ങനെ മടിച്ച് നിൽക്കുകയാണ് അല്ലേ. ഒരു മനുഷ്യനോട്, അള്ളാഹിൻ്റെ ഒരു സൃഷ്ടിനോട് ചോദിക്കാൻ നമുക്ക് ചിലപ്പോൾ ഒരു മടിയും ഉണ്ടാവില്ല. പക്ഷേ നമ്മൾ അള്ളാഹിനോട് ഇങ്ങനെ എന്താ പറയാതെ ഇങ്ങനെ പിടിച്ച് നിൽക്കുകയാണ്. എല്ലാവരുടെയും പ്രശ്നം എന്ന് വെച്ചാൽ എന്താ, ഞാൻ ചോദിച്ചിട്ട് ഉത്തരം കിട്ടാതെ പോകുമോ എന്നുള്ളൊരു പേടിയാണ്. ആക്ച്വലി നമ്മൾ ആ ഒരു ജേണീനെ സ്നേഹിക്കുക. ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്,
ഉമർ റളിയല്ലാഹുവിനെ അദ്ദേഹത്തിന് പിന്നെ ദുആയിലുള്ള ഉത്തരം കിട്ടോ ഇല്ലയോ എന്നുള്ളതൊന്നും അദ്ദേഹത്തിൻ്റെ കൺസേൺ അല്ലാത്രേ. പക്ഷെ അദ്ദേഹം എപ്പോഴും ഫോക്കസ് കൊടുക്കുന്ന കാര്യം എന്ന് വെച്ചാൽ ആ ദുആ ചെയ്യാനുള്ള ആ ഒരു തൗഫീക്ക് കിട്ടലുണ്ടല്ലോ, അള്ളാഹ് നമുക്ക് ആ ഒരു എബിലിറ്റി തന്നത് കൊണ്ടല്ലേ നമുക്ക് ദുആ ചെയ്യാൻ പറ്റിയത്. അപ്പം ആ ഒരു എബിലിറ്റി എനിക്ക് തരാൻ പറ്റുന്നുണ്ടെങ്കിൽ റബ്ബ് എനിക്ക് എന്തായാലും എന്തെങ്കിലും ആ ദുആ ചെയ്തതിന് പകരമായിട്ട് എൻ്റെ റബ്ബ് എനിക്ക് തരും എന്നുള്ള ഒരു വിശ്വാസം അദ്ദേഹത്തിനുണ്ട്. അദ്ദേഹം ഫോക്കസ് കൊടുക്കുന്നത് ആ ഒരു ജേർണിനെയാണ്. അള്ളാഹിനോട് സംസാരിക്കാൻ കിട്ടുന്ന, അള്ളാഹിനോട് ആഗ്രഹങ്ങൾ പറയാൻ പറ്റുന്ന, എനിക്ക് വേണമെന്ന് പറയാൻ പറ്റുന്ന ആ ഒരു തൗഫീഖ് ഉണ്ടല്ലോ, അതാണ് ആക്ച്വലി നമ്മളെ സന്തോഷത്തിലാക്കേണ്ടത്. നമുക്ക് എന്തായാലും നമ്മൾ ആ ചോദിച്ചത് അത് തരും എന്നുള്ള ആ ഒരു പൂർണ്ണമായ വിശ്വാസം, സുബ്ഹാനല്ലാഹ്, അത് നമ്മളെത്ര സമാധാനത്തിൽ ആക്കുന്നറിയോ. ആ ഒരു ആ ജേണീനെ നമ്മൾ സ്നേഹിക്കുക. നമ്മുടെ ഗോൾസൊക്കെ അച്ചീവ് ചെയ്താൽ മാത്രമേ നമ്മൾ സന്തോഷിക്കൂ എന്ന് പറഞ്ഞ് നിൽക്കാതെ ഗോൾസിലോട്ടുള്ള നമ്മുടെ ജേണീനെ, ആ ദുആയിലൂടെ നമുക്ക് കിട്ടുന്ന സമാധാനത്തെ നമ്മൾ ആസ്വദിക്കാൻ വേണ്ടി ശ്രമിക്കുക ഇൻഷാ അല്ലാഹ്. അതുപോലെ നമുക്കെപ്പോഴും ആ ഒരു എന്താ പറയുക, ഒരു ഉറപ്പിൽ തന്നെ നമ്മൾ നിൽക്കണം അല്ലേ. റബ്ബിനോട് ദുആ ചെയ്താൽ എന്താ പറയുക, അതെന്തായാലും സാധിക്കും എന്നുള്ളൊരു വിശ്വാസം. സുബ്ഹാനല്ലാഹ്, റബ്ബ് അത്രയും കാരുണ്യവാനല്ലേ. എന്തിനാണ് റബ്ബ് നമുക്ക് ദുആ സ്വീകരിക്കാതെ നിന്നിട്ട്, റബ്ബിനെന്നും കിട്ടാനില്ല അല്ലേ, നമ്മളെ നിന്നൊന്നും കിട്ടാനില്ല. അപ്പം ആ ഒരു വിശ്വാസത്തിൽ നമ്മൾ അങ്ങ് നിലനിന്ന് പോയാൽ നമുക്കെല്ലാം ഇൻഷാ അല്ലാഹ് 2025 എൻഡ് ആകുമ്പോഴേക്കും നമ്മൾ എന്തൊക്കെ ആഗ്രഹിച്ചിട്ടുണ്ടോ അതൊക്കെയും നമുക്ക് നേടിയെടുക്കാൻ വേണ്ടി പറ്റും. അല്ലാഹു സുബ്ഹാനഹു വ തആല എന്തെങ്കിലും നമ്മളെ അടുത്ത് നിന്ന് മാറ്റി വെക്കുന്നുണ്ടെങ്കിൽ അതെന്തായാലും നമ്മുടെ ഖൈറിന് വേണ്ടിയിട്ട് മാത്രമായിരിക്കും. കാരണം നമ്മളെക്കാൾ നമ്മുടെ കാര്യങ്ങൾ അറിയുന്നത് അള്ളാഹ്ക്കാണ്. ആ വിശ്വാസമാണ് നമ്മളെ നയിക്കേണ്ടത് അല്ലേ. അള്ളാഹിനെ അങ്ങ് വിശ്വസിക്കുക, അള്ളാഹിൻ്റെ കയറ് മുറുകെ പിടിക്കുക എന്ന് ഖുർആനിൽ പറയുന്നുണ്ടല്ലേ. അങ്ങനെ മുറുകെ പിടിച്ചവർ ഒരിക്കലും വഴികേടിലായി പോവില്ല. എവിടെയും നമുക്ക് ജന്നയിലേക്ക് എത്തണ്ടേ, നമ്മുടെ ദുനിയാവ് മാത്രമല്ലല്ലോ അല്ലേ. പക്ഷേ എല്ലാം അള്ളാഹിനോട് ചോദിക്കാൻ വേണ്ടി നമ്മൾ ആദ്യം തയ്യാറാവണം. നമ്മൾ ഗോൾസ് സെറ്റ് ചെയ്യുന്ന സമയത്ത് ദുനിയവിയായിട്ടുള്ള ഗോൾസ് മാത്രം ആവാതെ നമ്മൾ ശ്രദ്ധിക്കുക. നമ്മൾ ഉഖ്റവിയായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടും റബ്ബിനോട് മാക്സിമം ദുആ ചെയ്യുക, അതികഠിനമായിട്ട് ദുആ ചെയ്യുക. ഇൻഷാ അല്ലാഹ് നമ്മുടെ എല്ലാ കാര്യങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് സാധിപ്പിച്ച് തരും. ഒരു സ്പീച്ചിൽ ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു, അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഹാരിസ് ബിൻ സലീം സാറിൻ്റെ സ്പീച്ചാണ്. അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു, എന്താ പറയുക, നമുക്കറിയില്ലല്ലോ ദുആ ചെയ്തിട്ട് തരാമെന്ന് പറഞ്ഞിട്ട് റബ്ബ് നമുക്ക് എന്തെങ്കിലും മാറ്റി വെക്കുന്നുണ്ടോ എന്ന്. സുബ്ഹാനല്ലാഹ്, വലിയ തോട്ട്ഫുള്ളായിട്ടുള്ള ഒരു കോട്ടാണ് അതല്ലേ. നമുക്കറിയില്ല നമ്മുടെ ഫ്യൂച്ചർ എന്താണെന്ന് നമുക്കറിയില്ല. ദുആ ചെയ്തിട്ട് തരാമെന്ന് പറഞ്ഞിട്ട് റബ്ബ് എന്തെങ്കിലും നമുക്ക് മാറ്റി വെക്കുന്നുണ്ടോ നമുക്കറിയില്ല. എന്നിട്ട് നമ്മളിങ്ങനെ മടിച്ച് നിന്നാൽ നമുക്ക് എപ്പോഴാണ് സക്സസ് എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പം നമ്മുടെ സക്സസ് എപ്പോഴും എന്തായിരിക്കണം, ദുആയിലൂടെ ആയിരിക്കണം. ഇൻഷാ അല്ലാഹ് എല്ലാവർക്കും വളരെ ഹാപ്പി ആയിട്ടുള്ള, പീസ്ഫുൾ ആയിട്ടുള്ള ഒരു പുതിയ വർഷം ഉണ്ടാവട്ടെ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ആത്മാർത്ഥമായിട്ട് ദുആ ചെയ്യുന്നു. എല്ലാവർക്കും അല്ലാഹുവിനോട് കൂടുതൽ അടുക്കാൻ പറ്റുന്ന ഒരു വർഷമാകട്ടെ എന്നും ദുആ ചെയ്യുന്നു. ആമീൻ യാ റബ്ബൽ ആലമീൻ. വീഡിയോയിൽ കാര്യമായിട്ടൊന്നും എഡിറ്റൊന്നും ചെയ്യാതെയാണ് സംസാരിച്ചിട്ടുള്ളത്. അപ്പം ഒരുപാട് മിസ്റ്റേക്സ് ചിലപ്പോൾ വന്നിട്ടുണ്ടാവാം. എല്ലാവരും അതൊന്ന് ഫോർഗീവ് ചെയ്ത് തരണം ഇൻഷാ അല്ലാഹ്. കൂടുതൽ വീഡിയോസും ഒക്കെ ആയിട്ട്, പ്ലാനിങ് വീഡിയോസും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിട്ട് വരണം എന്നുണ്ട് ഇൻഷാ അല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് തരട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.